ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നാളെയാണ് നടക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. പക്ഷേ ഇതൊരു സൗഹാർദ്ദപരമായ ഒരു മത്സരമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെല്ലുവിളിയുടെ സ്വരം ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ബ്രസീലിയൻ താരങ്ങൾ വലിയ കോൺഫിഡൻസിലാണ്. ഇത്തവണ അർജന്റീനയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബ്രസീലിയൻ താരങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത്. എന്നാൽ അതിന് മറുപടി നൽകാനുള്ള ഒരുക്കത്തിലാണ് അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ ഉള്ളത്, അർജന്റീൻ ടീം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ചില ബ്രസീലിയൻ താരങ്ങൾ തങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വളരെയധികം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, വെല്ലുവിളിയുടെ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. റാഫീഞ്ഞയെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അർജന്റീനക്കെതിരെ ഗോളടിക്കും, ഞങ്ങൾ അവരെ തോൽപ്പിക്കും, അത് കളത്തിന് അകത്തായാലും പുറത്തായാലും അവരെ തോൽപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റാഫീഞ്ഞയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരൽപ്പം പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ് ആണ് റാഫീഞ്ഞ നടത്തിയിട്ടുള്ളത് എന്നാണ് ചിലരൊക്കെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് അർജന്റീൻ താരങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ആരാധകർക്കിടയിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ബ്രസീലിയൻ സൂപ്പർ താരമായ മാർക്കിഞ്ഞോസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അർജന്റീനക്കെതിരെ വിജയിക്കാതിരിക്കുന്നത് ഞങ്ങൾ തുടർക്കഥയാക്കില്ല, ഇത് ഞങ്ങളുടെ സമയമാണ്, ഇത്തവണ ഞങ്ങൾ വിജയിക്കും, അതിനാണ് വരുന്നത്. മാർക്കിഞ്ഞോസ് ആ ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ബ്രസീലിയൻ സ്ട്രൈക്കറായ മാത്യൂസ് കുഞ്ഞ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എപ്പോഴും അർജന്റീനക്കെതിരെ മികച്ച പ്രകടനം നടത്തുന്നവനാണ്, ഇത്തവണയും അത് ഉണ്ടാവണം. ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ബ്രസീലാണ്, വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ ഒരു മത്സരം ഒരു ചെറിയ മത്സരമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. വീറും വാശിയും നിറഞ്ഞ ഒരു തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കയ്യാങ്കളികൾ ഉണ്ടായാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മുൻപ് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കയ്യാങ്കളികൾ നടന്നിട്ടുണ്ട്. അതിന് എരിവ് പകരുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ഈ മത്സരത്തിന് മുന്നേ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.